السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. اللهم اجعل حبك أحب إلي من نفسي. സൂറത്തുൽ ബഖറ 8 മുതൽ 16 വരെയുള്ള ആയത്തുകളുടെ റിവ്യൂ ആണ് ഇന്ന് പറയാൻ പോകുന്നത്. തുടക്കത്തിൽ തന്നെ നമുക്ക് ശൈത്വാനിൽ നിന്നുള്ള സംരക്ഷണം തേടാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റബ്ബി അഊദു ബിക മിൻ ഹമദാതിശ് ശയാത്വീൻ വ അഊദു ബിക റബ്ബി അൻ യഹ്ളുറൂൻ. സൂറത്തുൽ ബഖറയിൽ 3 ടൈപ്പ് ആൾക്കാരെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം തന്നെ മുത്തഖീങ്ങളെ കുറിച്ചും അവരുടെ അവസാനം എന്താണെന്നും കാഫിറുകളെ കുറിച്ചും അവരുടെ അവസാനം എന്താണെന്നും പറഞ്ഞു. ഇപ്പോൾ നമ്മൾ മുനാഫിക്കുകളെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മുനാഫിക്കുകളെ കുറിച്ച് അത്രയേറെ മനസ്സിലാക്കാനുണ്ട്. കാരണം നമുക്ക് തന്നെ മനസ്സിലാവില്ല നമ്മളൊരു മുനാഫിക്കാണോ അല്ലേ എന്ന്. ഓരോന്നും പോയിന്റ് ചെയ്ത് പറഞ്ഞാലേ നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കാൻ കഴിയൂ. 8 മുതൽ 16 വരെയുള്ള മുനാഫിക്കുകളെ കുറിച്ചുള്ള ആയത്തുകൾ ഒന്ന് റിവ്യൂ ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമിനൻ നാസി മൻ യഖൂലു ആമന്നാ ബില്ലാഹി വബിൽ യൗമിൽ ആഖിരി വമാ ഹും ബിമുഅ്മിനീൻ. ഞങ്ങൾ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ അവർ വിശ്വാസികളല്ല. അവർ ആൾക്കാരോട് പറയും ഞങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്നുണ്ട്, അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നുണ്ട് എന്നൊക്കെ. പക്ഷേ യഥാർത്ഥത്തിൽ അവർ വിശ്വാസികളേ അല്ല. രണ്ടാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, യുഹാദിഊനല്ലാഹ വല്ലദീന ആമനൂ വമാ യഹ്ദഊന ഇല്ലാ അൻഫുസഹും വമാ യശ്ഉറൂൻ. അല്ലാഹുവിനെയും വിശ്വാസികളെയും വഞ്ചിക്കുവാനാണ് അവർ ശ്രമിക്കുന്നത്. വാസ്തവത്തിൽ അവർ ആത്മവഞ്ചന മാത്രമാണ് ചെയ്യുന്നത്. എന്നാൽ അവർക്കത് മനസ്സിലാകുന്നില്ല. അതിന്റെ ഉള്ളിലുള്ള ആഴവും പരപ്പും ഒന്നും അവർക്ക് മനസ്സിലാവുകയില്ല. പറ്റിക്കാൻ ശ്രമിക്കുമ്പോൾ അവർ സ്വയം വഞ്ചിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഫീ ഖുലൂബിഹിം മറളും ഫസാദഹുമുല്ലാഹു മറള വലഹും അദാബുൻ അലീമും ബിമാ കാനൂ യക്ദിബൂൻ. അവരുടെ മനസ്സുകളിൽ ഒരു തരം രോഗമുണ്ട്. തന്നിമിത്തം അല്ലാഹു അവർക്ക് രോഗം വർദ്ധിപ്പിക്കുകയും ചെയ്തു. കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഫലമായി വേദനയേറിയ ശിക്ഷയാണ് അവർക്കുണ്ടായിരിക്കുക. അടുത്ത ആയത്തിൽ വഇദാ ഖീല ലഹും ലാ തുഫ്സിദൂ ഫിൽ അർളി ഖാലൂ ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ. നിങ്ങൾ നാട്ടിൽ കുഴപ്പമുണ്ടാക്കാതിരിക്കൂ എന്ന് അവരോട് ആരെങ്കിലും പറഞ്ഞാൽ അവർ ഞങ്ങൾ സൽപ്രവർത്തനങ്ങൾ മാത്രമാണല്ലോ ചെയ്യുന്നത് എന്നായിരിക്കും അവരുടെ മറുപടി. അപ്പോ അല്ലാഹു തിരിച്ചെന്താ പറയുന്നത്? അല ഇന്നഹും ഹുമുൽ മുഫ്സിദൂന വലാകിൻ ലാ യശ്ഉറൂൻ. എന്നാൽ യഥാർത്ഥത്തിൽ അവർ തന്നെയാകുന്നു കുഴപ്പക്കാർ, പക്ഷേ അവരത് മനസ്സിലാക്കുന്നില്ല. അല്ലാഹു വീണ്ടും വീണ്ടും പറയുന്നുണ്ട് അവർക്ക് അത് മനസ്സിലാവുകയില്ല എന്ന്. വലാകിൻ ലാ യശ്ഉറൂൻ എന്ന്. വഇദാ ഖീല ലഹും ആമിനൂ കമാ ആമനൻ നാസു ഖാലൂ അനുഅ്മിനു കമാ ആമനസ് സുഫഹാ അലാ ഇന്നഹും ഹുമുസ് സുഫഹാ വലാകിൻ ലാ യഅലമൂൻ. മറ്റുള്ളവർ വിശ്വസിച്ചതുപോലെ നിങ്ങളും വിശ്വസിക്കൂ എന്ന് അവരോട് ആരെങ്കിലും പറഞ്ഞാൽ ഈ മൂഢന്മാർ വിശ്വസിച്ചതുപോലെ ഞങ്ങളും വിശ്വസിക്കുകയോ എന്നായിരിക്കും അവർ മറുപടി പറയുക. എന്നാൽ യഥാർത്ഥത്തിൽ അവർ തന്നെയാകുന്നു മൂഢന്മാർ, പക്ഷേ അവരതറിയുന്നില്ല. അടുത്ത ആയത്തിൽ وَإِذَا لَقُوا الَّذِينَ آمَنُوا قَالُوا آمَنَّا وَإِذَا خَلَوْا إِلَى شَيَاطِينِهِمْ قَالُوا إِنَّا مَعَكُمْ إِنَّمَا نَحْنُ مُسْتَهْزِئُونَ. വിശ്വാസികളെ കണ്ടുമുട്ടുമ്പോൾ അവർ പറയും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന്. അവർ തങ്ങളുടെ കൂട്ടാളികളായ പിശാചുക്കളുടെ അടുത്ത് തനിച്ചാകുമ്പോൾ അവരോട് പറയും ഞങ്ങൾ നിങ്ങളോടൊപ്പം തന്നെയാകുന്നു, ഞങ്ങൾ മറ്റവരെ കളിയാക്കുക മാത്രമാണ് ചെയ്തത്. അല്ലാഹു യസ്തഹ്സിഹു ബിഹിം വയമുദ്ദുഹും തുഅയാനിഹിം യഅ്മഹൂൻ. എന്നാൽ അല്ലാഹു ആകട്ടെ അവരെ പരിഹസിക്കുകയും അതിക്രമങ്ങളിൽ വിഹരിക്കുവാൻ അവരെ അയച്ചുവിട്ടിരിക്കുകയുമാകുന്നു. അവർക്ക് സമയം നീട്ടിയിരിക്കുകയാണ് അവരുടെ അതിക്രമങ്ങളിൽ അന്ധമായി വിഹരിക്കുവാൻ വേണ്ടി.
അടുത്ത ആയത്തിൽ ഉലൈകല്ലദീന ഇശ്തറവു ളലാലത ബിൽ ഹുദാ ഫമാ റബിഹത് തിജാറതുഹും വമാ കാനൂ മുഹ്തദീൻ. സന്മാർഗം വിറ്റ് പകരം ദുർമാർഗം വാങ്ങിയവരാകുന്നു അവർ. എന്നാൽ അവരുടെ കച്ചവടം ലാഭകരമാവുകയോ അവർക്ക് ലക്ഷ്യം പ്രാപിക്കുകയോ ചെയ്തില്ല. ഇത്രയും കാര്യങ്ങളാണ് ഇതുവരെ മുനാഫിക്കുകളുടെ ആയത്തുകളിൽ പഠിച്ചത്. ഈ ആയത്തുകളിൽ നിന്ന് മുന്നോട്ട് പോകുന്നതിന് മുമ്പ് എന്താണ് മുനാഫിക്കുകളുടെ സ്വഭാവ ഗുണങ്ങളെന്ന് ഒന്ന് ഓടിച്ചു നോക്കാം. ഇതിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉണ്ടായിരുന്ന മുനാഫിക്കുകളുടെ കുറ്റങ്ങൾ പറയുന്നതായല്ല മനസ്സിലാക്കേണ്ടത്. പകരം ഇതിലെന്തെങ്കിലും എനിക്കുണ്ടോ എന്ന് ഓരോരുത്തരും സ്വയം നോട്ട് ചെയ്തു വെക്കണം. ഈ ആയത്തുകൾ കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ അതിനു വേണ്ടി ഖുർആൻ കൂടുതൽ മനസ്സിലാകുന്നതിന് വേണ്ടി പ്രിപ്പയർഡ് ആവണം. നമ്മൾ ആദ്യം പറഞ്ഞ ഗ്രൂപ്പിൽ പെടാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കണം. മുത്തഖീങ്ങളാവാൻ വേണ്ടി ശ്രമിക്കണം. രണ്ടാമത്തെ സെറ്റായ കാഫിറുകളാവരുത്. മൂന്നാമത്തെ സെറ്റായ മുനാഫിക്കുകളും ആവരുത്. മുനാഫിക്കുകളെ പറ്റിയുള്ള ആയത്തുകൾ ശരിക്കും മനസ്സിലാക്കി എഴുതി വെക്കണം. ഇതിനകത്ത് എന്തെങ്കിലും സ്വഭാവങ്ങൾ നമുക്കുണ്ടോ എന്ന് അത് മനസ്സിലാക്കി അത് തിരുത്താൻ വേണ്ടി ശ്രമിക്കണം. എന്നിട്ട് വേണം മുന്നോട്ട് പോകാൻ. മുനാഫിക്കുകളുടെ ലക്ഷണങ്ങളിൽ ആദ്യത്തേത് അവർ കളവ് പറയുന്നവരാണ് എന്നതാണ്. ആദ്യത്തെ മുനാഫിക്കുകളുടെ ആയത്തുകളിൽ പറയുന്നു അവർ കളവ് പറയുന്നവരാണ്. വമിനൻ നാസി മൻ യഖൂലു ആമന്നാ ബില്ലാഹി വബിൽ യൗമിൽ ആഖിരി വമാ ഹും ബിമുഅ്മിനീൻ. അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിച്ചിരിക്കുന്നു എന്ന് അവർ വിശ്വാസികളോട് പറയും. പക്ഷേ അവർ ശരിക്കും വിശ്വാസികളല്ല. അവരുടെ അവർ കളവ് പറയുന്നവരാണ്. ഒരു മനുഷ്യൻ കളവ് പറയുമ്പോഴും അവൻ മുനാഫിക്കാണ് എന്നല്ല, മുനാഫിക്കിന്റെ ഒരു ക്വാളിറ്റി അഥവാ ഒരു സ്വഭാവം അവനുണ്ട് എന്നാണ്. മുനാഫിക്കുമായി ഒരു സാദൃശ്യം പുലർത്തുന്നുണ്ട് എന്നാണ്. ഒരു മനുഷ്യൻ മുനാഫിക്കായോ കാഫിറുമായോ എന്തെങ്കിലും സാദൃശ്യമുണ്ടെങ്കിൽ അവസാനം അതിലേക്ക് അവൻ എത്തിപ്പെടും. ഈ പറഞ്ഞ എന്തെങ്കിലും ഒരു ക്വാളിറ്റി നമുക്കുണ്ടെങ്കിൽ അവസാനം അതൊരു ഹാബിറ്റായി മാറും. നമ്മുടെ നാട്ടിലൊക്കെ പറയാറില്ലേ, ഹലാലായ പൊള്ളു പറയാമെന്ന്, ആർക്കും ഒരു ബുദ്ധിമുട്ടും വരാത്ത പൊള്ളു പറയാമെന്ന്. അതും അള്ളാഹിനേക്കാൾ കൂടുതൽ മറ്റുള്ളവരെ പേടിക്കുമ്പോഴല്ലേ നമ്മൾ അങ്ങനെ പറയാറുള്ളത്. പക്ഷേ അങ്ങനെ പിന്നെയും ചെയ്ത അവസാനം അതൊരു ഹാബിറ്റായി മാറാനുള്ള ടെൻഡൻസി വരും. മുനാഫിക്കുകളുടെ എന്തെങ്കിലും ഒരു ലക്ഷണം നമ്മളടുത്തുണ്ടെങ്കിൽ മുളയിലേ അത് പറിച്ചു കളയണം. അതിന് വളരാൻ അനുവദിക്കാത്ത എഫേർട്ട് എടുത്തേ മതിയാവൂ. അപ്പോ കളവ് പറയുക എന്നത് ഏറ്റവും ആദ്യത്തെ മുനാഫിക്കുകളുടെ സ്വഭാവമാണ്. നമുക്കറിയാം, വലഹും അദാബുൻ അലീമുൻ ബിമാ കാനൂ യക്ദിബൂൻ. കളവ് പറയുന്നത് കൊണ്ട് അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട്. ആ വേദനയേറിയ ശിക്ഷ നമുക്ക് വേണ്ട. എന്തെങ്കിലും രീതിയിൽ നമ്മൾ കളവ് പറയുന്നുണ്ടെങ്കിൽ, നമ്മളോട് തന്നെ നമ്മൾ കളവ് പറയുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമ്മുടെ വിശ്വാസത്തിൽ എന്തോ കുറവുണ്ട്. അതായത് ഈ ആയത്തിന്റെ തുടക്കത്തിൽ പറയുന്നു ആമന്നാ ബില്ലാഹി വബിൽ യൗമിൽ ആഖിർ എന്ന് പറയുന്നവരാ നമ്മളൊക്കെ. അതിന്റെ ശരിക്കുമുള്ള വിശ്വാസം നമ്മുടെ ഉള്ളിലുണ്ടോ? അതനുസരിച്ചാണോ നമ്മുടെ പ്രവൃത്തികൾ? ഇല്ല എങ്കിൽ നമ്മൾ നമ്മളോട് തന്നെ കളവ് പറയുന്നവരാണ്. അവിടുന്നേ തുടങ്ങണം നമ്മൾ ഈ മുനാഫിക്കിന്റെ വിത്ത് പറിച്ചു കളയാൻ. ചില സമയത്ത് നമ്മൾ ചില കാര്യങ്ങൾ മറച്ചു വെക്കുന്നത് പേടി കൊണ്ടോ അപമാനം ഭയന്നോ ആൾക്കാർക്കിടയിൽ നല്ല ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടിയോ ഒക്കെയാവും. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ നമ്മളെ തന്നെ ഉപദ്രവിക്കുകയാണ്. കാരണം വലഹും അദാബുൻ അലീം, വേദനയേറിയ ശിക്ഷയാണ് നമുക്കുള്ളത്. ഈ ലോകത്ത് കളവ് പറഞ്ഞ് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു ഇമേജ് ഉണ്ടാക്കിയാലും പരലോകത്ത് നമ്മൾ വലിയ അപമാനത്തിലേക്കാണ് പോകുന്നത്. ഏറ്റവും നാണക്കേടിൽ ഏറ്റവും വേദനയേറിയ ശിക്ഷയിലേക്കാണ് പോകുന്നത്. ഈ ആയത്തുകളുടെ അവസാനം പറയുന്നുണ്ട് ഉലൈകല്ലദീന ഇശ്തറവു ളലാലത ബിൽ ഹുദാ ഫമാ റബിഹത് തിജാറതുഹും വമാ കാനൂ മുഹ്തദീൻ. അവർക്ക് അവരുടെ കച്ചവടത്തിൽ ഒരു ലാഭവുമില്ല. ഇവിടുത്തെ ലാഭത്തിന് വേണ്ടി സന്മാർഗം വിറ്റ് ദുർമാർഗം വാങ്ങിയവരാണവർ. അത് നഷ്ടപ്പെട്ട കച്ചവടമാണ്. അതുകൊണ്ട് ഈ ഭൂമിയിലെ എന്തൊന്നിനു വേണ്ടിയാണെങ്കിലും, ഭയം കൊണ്ടാണെങ്കിലും അപമാനം കൊണ്ടാണെങ്കിലും ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടിയാണെങ്കിലും കളവ് പറയുന്നത് മുനാഫിക്കിന്റെ ലക്ഷണമാണ്. അത് നമുക്കുണ്ടെങ്കിൽ നമ്മൾ അത് പറിച്ചു കളയണം. ഇല്ലെങ്കിൽ അത് വളർന്ന് നമ്മുടെ സ്ഥിരം ശീലമായി മാറും. നമ്മൾ മുനാഫിക്കുകളിൽ പെട്ടുപോകും. കളവ് പറയാ എന്നാൽ മുനാഫിക്കാണ് എന്നല്ല, അത് മുനാഫിക്കിന്റെ ഒരു ലക്ഷണമാണ്. ആ ലക്ഷണത്തെ അനുവദിച്ചു കഴിഞ്ഞ് നമ്മൾ അവസാനം നമ്മൾ പോലും അറിയാതെ മുനാഫിക്കായി മാറും.
ഇതുപോലത്തെ ഓരോ സ്വഭാവങ്ങളും നമ്മൾ പഠിക്കുന്നത് അത് വളർത്താതിരിക്കാൻ വേണ്ടി, പറിച്ചു കളയാൻ വേണ്ടിയാണ്. ഓരോന്നും വീണ്ടും വീണ്ടും ഡിസ്കസ് ചെയ്യുന്നത് അതിനു വേണ്ടിയാണ്. ഇപ്പോൾ ഈ ലോകത്തെ എന്തെങ്കിലും ഗുണത്തിന് വേണ്ടി പരലോകം നഷ്ടപ്പെടുത്തിയ പിന്നെ ഇഹവും പരവും നഷ്ടപ്പെടും. മാത്രമല്ല ഇവിടുന്ന് തന്നെ പറഞ്ഞ പല കള്ളങ്ങളും ഇവിടുന്ന് തന്നെ പിടുക്കപ്പെടുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പോ അതുകൊണ്ടൊരു ഗുണവും ഇഹലോകത്തുമില്ല, പരലോകത്ത് ഉറപ്പായിട്ടുമില്ല. അപ്പോ എന്തിനു വേണ്ടിയാണെങ്കിലും നമ്മുടെ തെറ്റ് കവർ ചെയ്യാനോ അഭിമാനത്തിനോ ഒക്കെ കളവ് പറയുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ലാഭമില്ലാത്ത കച്ചവടം വേണ്ട. നമ്മുടെ ഓരോ നിമിഷവും ഇമ്പോർട്ടൻ്റ് ആണ്. അത് ലാഭം ഉണ്ടാക്കുന്ന കച്ചവടത്തിന് വേണ്ടി മാത്രം യൂസ് ചെയ്താൽ മതി. രണ്ടാമത്തെ പോയിന്റിൽ അവരുടെ വാക്കുകളും പ്രവൃത്തികളും അവരുടെ ഹൃദയത്തിലുള്ളതും കോൺട്രഡിക്ഷൻ ആണ്. ഓരോ സ്ഥലത്തും ഇതിനുള്ള ഹിന്റുകൾ തരുന്നുണ്ട്. മനുഷ്യന്മാരിൽ ചില ആളുകളുണ്ട്, അവർ കളവ് പറയും. അവർ പറയും ഞങ്ങൾ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നു എന്ന്. പക്ഷേ യഥാർത്ഥത്തിൽ അവർ വിശ്വസിക്കുന്നില്ല. ഇവിടെ കോൺട്രഡിക്ഷൻ ആണ്. നിങ്ങൾ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കല്ലേ എന്ന് പറയുമ്പോൾ അവർ പറയും ഞങ്ങൾ മുസ്ലിഹീങ്ങളാണ് എന്ന്. അപ്പോൾ അള്ളാഹു തൊട്ടടുത്ത് പറയുന്നുണ്ട്, അല്ല, അവർ മുഫ്സിദീങ്ങളാണ്, ഫസാദ് ഉണ്ടാക്കുന്നവരാണ്. അപ്പോൾ അവിടെയും കോൺട്രഡിക്ഷൻ ആണ്. അവർ ചെയ്യുന്നത് മുഴുവൻ ഫസാദാണ്, പക്ഷേ അവർ അവകാശപ്പെടുന്നത് അവർ മുസ്ലിഹാണ് എന്നാണ്. അതുപോലെ അവരോട് ആളുകൾ വിശ്വസിക്കുന്നത് പോലെ നിങ്ങൾ വിശ്വസിക്കൂ എന്ന് പറഞ്ഞാൽ അവർ പറയും ഈ വിഡ്ഢികൾ വിശ്വസിച്ചതുപോലെ ഞങ്ങളും വിശ്വസിക്കുകയോ എന്ന്. എന്നാലോ വിശ്വാസികളുടെ അടുത്ത് വരുമ്പോൾ അവർ പറയും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന്. അവിടെയും കോൺട്രഡിക്ഷൻ ആണ്. എല്ലാ ആയത്തുകളിലും അവരുടെ ഹൃദയത്തിലുള്ളതും സംസാരവും എല്ലാം കൂടി എല്ലായിടത്തും കോൺട്രഡിക്ഷൻ ആണ്. ആ കോൺട്രഡിക്ഷന്റെ ഒരു ഹിന്റ് ഉണ്ട് എല്ലായിടത്തും. ഹൃദയത്തിൽ ചിന്തിക്കുന്നതും പറയുന്നതും തമ്മിൽ മാച്ച് ഇല്ല. പലതും മൂടി വെച്ച് വേറൊന്ന് പുറത്ത് പറയുകയാണ്. ഏത് ഗ്രൂപ്പിൽ ചെന്നാലും അവിടെ ഫിറ്റ് ആവാൻ വേണ്ടി അവരിങ്ങനെ ചെയ്യുന്നത്. എവിടെയാണെങ്കിലും അവിടെ അവർക്ക് കംഫർട്ടബിൾ ആയിരിക്കണം. ശരിക്കുള്ള ഈമാനും തഖ്വയും ഇല്ലാത്ത ഗ്രൂപ്പിൽ ചെല്ലുമ്പോൾ അവരെന്ത് ചെയ്യുമ്പോഴും അവരുടെ കൂടെ നിൽക്കണമെങ്കിൽ ഇതൊക്കെ ശരിയാണ് എന്ന് പറയും. എന്നാൽ മുഅ്മിനീങ്ങളെ കൂട്ടത്തിൽ ചെല്ലുമ്പോഴോ ആമന്ന, ഞങ്ങളും വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയും. അപ്പോ അള്ളാഹുവിന്റെ പേരിൽ ഒരു അസൗകര്യം സ്വീകരിക്കാൻ അവർ റെഡിയല്ല. ഏത് ഗ്രൂപ്പിലായാലും അവിടുന്ന് കിട്ടുന്ന പ്രയോജനങ്ങൾ മതി അവർക്ക്. അത് എതിർത്താൽ ആ ഗ്രൂപ്പിൽ നിന്നുള്ള പ്രയോജനങ്ങൾ നഷ്ടപ്പെടും. ഐഹികമായ എല്ലാ ബെനിഫിറ്റുകളും അവർക്ക് വേണം. എതിർത്ത് പറയുമ്പോൾ അവർക്ക് പേടിയാണ്, അവരെന്ത് വിചാരിക്കുമെന്ന്. ഇസ്ലാമിക സംഘടനകളിൽ പോലും അത് കാണാം. ശരിയാണെന്ന് മനസ്സിലായിട്ടും തെറ്റിന്റെ കൂടെ നിൽക്കുന്നതുമൊക്കെ. അതിനെതിരെ സംസാരിക്കാനുള്ള ധൈര്യം ഉണ്ടാവില്ല. നമ്മൾ ചെയ്യുന്നതൊക്കെ ശരിയാണെന്ന ഉറച്ച വിശ്വാസമുണ്ടെങ്കിൽ ഏത് ഗ്രൂപ്പിൽ ചെന്ന് കഴിഞ്ഞാലും അത് പറയാൻ പറ്റും. ഹൃദയത്തിലുള്ളത് പുറത്തു പറയാൻ യാതൊരു പേടിയും ഉണ്ടാവില്ല, ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ. അത് സ്ട്രെങ്ത്തിന്റെ ലക്ഷണമാണ്. പക്ഷേ മുനാഫിക്കുകൾ അവരുടെ ഉള്ളിൽ വീക്കാണ്. ഉള്ളിലുള്ളത് പുറത്തു പറയാത്ത കാരണം അവർ ആളുകൾ ചതിക്കുകയാണ്. ഇനി മൂന്നാമത്തെ സ്വഭാവം, അവർ പെട്ടെന്ന് കൺവിൻസ് ചെയ്യുന്നവരാണ്. അവർ കളർ മാറ്റുന്നവരാണ്. ഓരോ ഗ്രൂപ്പിൽ ചെല്ലുമ്പോഴും അവരുടെ കളർ എടുക്കുന്നവരാണ്. ഒരു കല്യാണത്തിന് പോയാൽ അവിടെ മ്യൂസിക്കും ഡാൻസും ഒക്കെ കാണുമ്പോൾ മ്യൂസിക് ഒക്കെ ഹറാമാണെന്ന് വെറുതെ പറയുകയാണെന്ന് പറയും. അപ്പോൾ അവരുടെ കൂടെ കൂടും. എന്നാൽ വേറൊരു ഗ്രൂപ്പിൽ പോയാൽ നല്ല ഈമാനും തഖ്വയുള്ള ഗ്രൂപ്പുകളാണെങ്കിൽ മറ്റുള്ളവരെ കുറ്റം പറയും. സ്വന്തമായൊരു സെറ്റ് ഓഫ് റൂൾസ് ഇല്ല അവർക്ക്. അതുകൊണ്ട് അവരെ ഈസിയായി കൺവിൻസ് ചെയ്യാൻ പറ്റും. അവർക്ക് തന്നെ അറിയില്ല എന്താണ് ചെയ്യേണ്ടതെന്നും ചെയ്യേണ്ടാത്തതെന്നും. അറിയാമെങ്കിൽ തന്നെ ഓരോ ഗ്രൂപ്പിലും ഫിറ്റ് ആവുന്നതിന് വേണ്ടി അവർ പറയുന്നത് ഫിറ്റ് ആവാൻ വേണ്ടിയായിരിക്കും അവർ പറയുന്നത്. കാരണം അവർക്ക് താൽക്കാലികമായ എല്ലാ ബെനിഫിറ്റുകളും വേണം. അടുത്ത പോയിന്റ്, അവർ വിഡ്ഢികളാണ്. അവർ വിശ്വാസികളെ തന്നെ വിഡ്ഢികളെന്ന് വിളിക്കുകയാണ്.
وَإِذَا قِيلَ لَهُمْ آمِنُوا كَمَا آمَنَ النَّاسُ قَالُوا أَنُؤْمِنُ كَمَا آمَنَ السُّفَهَاءُ നിങ്ങൾ മനുഷ്യർ വിശ്വസിച്ചതുപോലെ വിശ്വസിക്കൂ എന്ന് പറഞ്ഞ ഈ വിഡ്ഢികൾ വിശ്വസിക്കുന്നത് പോലെയോ? അപ്പോൾ അള്ളാഹു പറയുകയാണ്, അലാ ഇന്നഹും ഹുമുസ് സുഫഹാ, അവർ തന്നെയാണ് വിഡ്ഢികൾ, വലാകിൻ ലാ യഅലമൂൻ, പക്ഷേ അവരത് അറിയുന്നില്ല. ഈ കോണ്ടെക്സ്റ്റ് നമ്മൾ പറഞ്ഞിരുന്നു. മദീനയിൽ അവരുടെ പൂർവ്വ പിതാക്കന്മാർ വിശ്വസിച്ച മതത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അപ്പോൾ ഒരു പ്രവാചകൻ വന്ന് അവരുടെ പൂർവ്വ പിതാക്കന്മാരുടെ മതത്തിൽ നിന്നും വിട്ട് ഇയാളുടെ പിന്നാലെ പോയി, എന്തൊരു വിഡ്ഢിത്തമാണത്. അപ്പോൾ അള്ളാഹു പറയുന്നു, ഇവരാണ് വിഡ്ഢികൾ, ഈ മുനാഫിക്കുകളാണ് വിഡ്ഢികൾ. കാരണം ആമനു ഖാലു ആമന്ന, അവർ വിശ്വാസികളുടെ അടുത്തെത്തുമ്പോൾ പറയും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന്. എന്നിട്ട് അവരുടെ ശയാത്വീനുകളുടെ അടുത്തെത്തുമ്പോൾ പറയും ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണെന്ന്. അള്ളാഹു പറയുകയാണ്, അവർ തന്നെയാണ് വിഡ്ഢികൾ. വിശ്വാസമില്ല അവർക്ക്. അവരുടെ ഉള്ളിൽ വിശ്വാസമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലേ എന്ന് ചോദിച്ചാൽ ഇല്ല. അവർക്കതിലൊരു യക്കീനുമില്ല. അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും ഉറച്ച വിശ്വാസം അവർക്കുണ്ടായിരുന്നെങ്കിൽ അവർ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും അതിനനുസരിച്ചായിരുന്നേനെ. അവരെന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കണം, ഈ പറയുന്ന എന്തെങ്കിലും ഒരു സ്വഭാവവുമായി നമുക്ക് മാച്ചുണ്ടോ എന്ന്. ഉണ്ടെങ്കിൽ അത് തിരുത്താൻ വേണ്ടിയാണ് നമ്മൾ ഇത് പറയുന്നത്. നമ്മുടെ ഉള്ളിലുള്ള ഈമാൻ ഉറച്ചതാണെങ്കിൽ അവർക്കത് കാണിക്കാൻ ഒരു പേടിയും ഉണ്ടാവില്ല. അവരത് കാണിക്കാത്തത് കൊണ്ടാണ് അവർ വിഡ്ഢികൾ എന്ന് പറയുന്നത്. ഓരോ ഗ്രൂപ്പിനനുസരിച്ച് അവർ നിറം മാറും. അവർക്ക് തന്നെ സംശയമാവും, ഇവരെന്താ അവിടെ ഒന്നും ഇവിടെ ഒന്നും പറയുന്നത്. നമുക്ക് തന്നെ സംശയമാവും. അത് ശരിക്കും ഇവർക്ക് ജീവിതത്തിൽ നിന്ന് എന്താ വേണ്ടത്? ഒരു റിലീജിയസ് ആയ ഗ്രൂപ്പിൽ എത്തുമ്പോൾ അവർക്കനുസരിച്ച് നിറം മാറും. എന്നാൽ മറ്റുള്ള സ്ഥലങ്ങളിൽ എത്തുമ്പോൾ അവിടുത്തെ ആൾക്കാരെ കൂടെ അവർ പറയുന്നത് ശരിവെച്ചു കൊണ്ടേയിരിക്കും. ഇവർ മുസ്ലിങ്ങളാണോ? ആണ്, പേര് കൊണ്ട് മുസ്ലിമാണ്, മുസ്ലിം ഗ്രൂപ്പുകളിലാണ് ഇവര്. ലോകത്ത് ഇസ്ലാം കാണിച്ചു കൊടുക്കുന്നവരിൽ ഇവരും ഉൾപ്പെടും. ലോകം വിചാരിക്കും ഇവരുടേതാണ് യഥാർത്ഥ ദീനെന്ന്. അവർ മുസ്ലിങ്ങളാണല്ലോ. എന്നിട്ട് അവരെന്തൊക്കെ ചെയ്യുന്നുണ്ട്? പ്രത്യേകിച്ചും ഇന്നത്തെ കാലത്ത് ഇതൊക്കെ ഇന്നത്തെ കാലത്ത് എല്ലാവരും ചെയ്യുന്നതല്ലേ എന്നൊക്കെ ന്യായീകരിക്കും. അതുകൊണ്ട് തന്നെ ശരിയായ മുസ്ലിം ഒരുപാട് സഹിക്കാനുള്ള ഒരു കാരണമായി തീരും. ഒരുപാട് ആരോപണങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഇത്തരത്തിലുള്ള പേരിൽ മാത്രം മുസ്ലിം എന്ന് പറയുന്നവരിൽ നിന്നും ഏറ്റവും ഡേഞ്ചറസ് ആയ കാര്യമാണത്. മുനാഫിക്കുകൾ ഇതുപോലെ ഓരോ ഗ്രൂപ്പിനനുസരിച്ച് മാറുന്നത് കൊണ്ടാണ് അതുണ്ടാവുന്നത്. പക്ഷേ ഏറ്റവും വലിയ വിഡ്ഢികളാണ് അവർ. 5ാമത്തെ പോയിന്റിൽ അവർ അവരെ പറ്റി ഏറ്റവും ഹൈ ആയിട്ടാണ് ചിന്തിക്കുക. കാരണം അവർ പറയുന്നുണ്ട്, ഖാലു അനുഅ്മിനു കമാ ആമന സുഫഹാ, ഈ വിഡ്ഢികൾ വിശ്വസിച്ചതുപോലെ ഞങ്ങളും വിശ്വസിക്കുകയോ? അതിനർത്ഥം ഞങ്ങൾ എന്തോ സംഭവമാണ്, ഞങ്ങൾ ബുദ്ധിമാന്മാരാണ് എന്ന. ഞങ്ങൾ ചെയ്യുന്നത് എന്താണോ അതാണ് ബെസ്റ്റ് എന്ന അഹങ്കാരം മുനാഫിക്കുകളുടേതാണ്. ബാക്കി എല്ലാവരും അവരെക്കാൾ ഒരു പടി താഴെയാണെന്ന തോന്നലുണ്ടാവും. ഇതിന്റെ ഒരു ലക്ഷണം, ഒരുപാട് അവർ മറ്റുള്ളവരെ ക്രിട്ടിസൈസ് ചെയ്യും, ജഡ്ജ് ചെയ്യും. അത് അവർ ചെയ്തത് ശരിയായില്ല, അല്ലെങ്കിൽ അവരന്ന് അങ്ങനെ ചെയ്തത് കൊണ്ടാണ് ശിക്ഷിക്കപ്പെടുന്നത്. ഇതൊന്നും നമ്മുടെ ഡ്യൂട്ടിയല്ല, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ മാത്രം ഡ്യൂട്ടിയാണ്. ക്രിറ്റിസിസവും ജഡ്ജ്മെന്റും ആണ് അവരുടെ മെയിൻ ആയിട്ടുള്ള ലക്ഷണങ്ങൾ. കാരണം നമ്മൾ വലിയ സംഭവം ആയതുകൊണ്ടാണല്ലോ അങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ നെഗറ്റീവ് പറയുന്നത് അതുകൊണ്ടാണല്ലോ. അപ്പോ ഇതും മുനാഫിക്കുകളുടെ ലക്ഷണമാണ്. അവരുടെ മുന്നിൽ ബാക്കി എല്ലാവരും സുഫഹ ആണ്, വിഡ്ഢികളാണ്. അതുപോലെ മറ്റുള്ളവരുടെ ഡ്രസ്സിംഗ് ഒക്കെ വിമർശിക്കുന്നത് നമ്മുടെ ഉള്ളിൽ നമ്മൾ വലിയ സംഭവമാണെന്നും അഹങ്കാരമുള്ളത് കൊണ്ടുമാണ്. ഞാൻ എന്നോടും അതോടൊപ്പം നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മളൊക്കെ മെയിനായി വീണു പോകുന്നത് അവിടെയാണ്. ഇതിനെ വളർത്തിക്കൊണ്ടുപോയ നമ്മൾ പോലും അറിയാതെ മുനാഫിക്കിൽ ഉൾപ്പെടും. അതിന്റെ റിസൾട്ട് വലഹും അദാബുൻ അലീം എന്നാണ്. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. നമ്മൾ എന്തിനാ മറ്റുള്ളവരെ കുറിച്ച് ആലോചിക്കുന്നത്? നമുക്ക് തന്നെ തിരുത്താൻ ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട്, കണക്കില്ലാത്തതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ആരും പെർഫെക്റ്റ് അല്ല. എന്നാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ചിന്തിക്കാനുള്ളത് മറ്റുള്ളവരുടെ പ്രവൃത്തികളും സംസാരങ്ങളുമാണ്.
നമ്മൾ ചിന്തിക്കുക നമുക്കിനി എന്തൊക്കെ കറക്റ്റ് ചെയ്യാനുണ്ട് എന്നാണ്. ബേസിൽ നിന്ന് കറക്റ്റ് ചെയ്യാനില്ലേ? നമ്മുടെ നിസ്കാരം പോലും കറക്റ്റാണെന്ന് ആർഗ്യൂ ചെയ്യാൻ കഴിയോ നമുക്ക്? നമുക്ക് റൂട്ടിൽ നിന്ന് തന്നെ തിരുത്താനുണ്ട്. നമ്മുടെ സമയം, ചിന്തകൾ എല്ലാം അതിനു വേണ്ടി ഉപയോഗിക്കണം. എന്നെ തിരുത്തുന്നതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് അല്ല വേറൊരാളെ തിരുത്തുന്നത്. നമ്മളൊക്കെ ടൈം എന്തിനൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതെന്ന് ചിന്തിക്കുക. അത് ചിന്തയാണെങ്കിൽ പോലും സംസാരമാണെങ്കിലും നമ്മൾ മറ്റുള്ളവരെ ഉപദേശിക്കുമ്പോൾ ആദ്യം നമ്മളെ കറക്റ്റ് ചെയ്യണം. ഉള്ളിൻ്റെ ഉള്ളിലെവിടെയോ സ്വയം തിരുത്തണം എന്ന ചിന്തയുണ്ടാവണം. അതല്ലാതെ മറ്റുള്ളവരെ ക്രിറ്റിസിസം ചെയ്യുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മൾ കറക്റ്റ് ആവണമെന്ന ചിന്ത ഉള്ളിൽ നിന്നും പാടെ നഷ്ടപ്പെടും. അപ്പോൾ എപ്പോഴും നമ്മുടെ സംസാരം ജഡ്ജിങ് മോഡലാവും. നമുക്ക് ചേർന്ന് നിന്ന് തിരുത്താം. എനിക്കും തിരുത്തണം, നിങ്ങളും തിരുത്താൻ ശ്രമിക്കൂ എന്ന് പറയുമ്പോൾ അത് ജഡ്ജിങ് അല്ല, ഫിംഗർ പോയിന്റ് ചെയ്ത് സംസാരമല്ല. നമുക്ക് ഒരുമിച്ച് തിരുത്തണം എന്ന് പറയുമ്പോൾ നമ്മ പോലും അറിയാതെ സ്വയം തിരുത്തണം എന്ന ബോധം ഉള്ളിലുണ്ടാവും. പക്ഷേ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ അറിയാതെ ഉള്ളിലുണ്ടാവുക ഞാൻ കറക്റ്റാണ്, ഒന്നും തിരുത്താനില്ല എന്നാണ്. സീൽ ചെയ്യപ്പെടും. നമ്മളൊക്കെ പെർഫെക്റ്റ് ആണെന്ന് സീൽ ചെയ്യപ്പെടും. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇബ്ലീസിന്റെ ട്രാപ്പിൽപ്പെട്ട നമ്മൾ മുനാഫിക്കിൽ ഉൾപ്പെടുന്ന കാര്യമാണ് ആ ഒരു അഹങ്കാരം. നമ്മളൊക്കെ പെർഫെക്റ്റ് ആണെന്ന ആ ഒരു ചിന്ത. ഇത് മുനാഫിക്കിന്റെ ഹൃദയത്തിൽ ഈമാനിനെ കുറിച്ച് വലിയ യക്കീനൊന്നും ഉണ്ടാവില്ല. പക്ഷേ അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഭയങ്കര അഭിമാനമാണ്. നമ്മൾ ആരെങ്കിലും ഇതിൽ ഉൾപ്പെടുന്നുണ്ടെങ്കിൽ മുനാഫിക്കിന്റെ സ്വഭാവത്തിൽപ്പെട്ടതാണ്. പറിച്ചു കളയണം മുളയിലെ. ഞാൻ വലിയ മുഅ്മിനാണ് എന്ന് ചിന്തിച്ച് മറ്റുള്ളവരെ കൊച്ചാക്കണമെന്ന ചിന്ത എനിക്കുണ്ടെങ്കിൽ അത് മുനാഫിക്കിന്റെ വിത്താണ്, പറിച്ചു നടേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത്, ഇന്നത്തെ ജനറേഷനിൽ നല്ല വിശ്വാസികളാവുക എന്നത് നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇതിപ്പോ സൗദിയിലൊന്നുമല്ലല്ലോ, ഇവിടെ കുറച്ച് അതും ഇതൊക്കെ മിക്സ് ചെയ്താലേ പറ്റുള്ളൂ. അപ്പോൾ ഇത്തിരി പ്രോഗ്രസീവ് ആണ്, കുറച്ച് മോഡേൺ ആണ് എന്നൊക്കെ പറഞ്ഞ് ദീനിനെ പുച്ഛത്തോടു കൂടി കാണുന്ന ഒരു രീതിയാണ് ഇന്ന് കണ്ടുവരുന്നത്. മുനാഫിക്കുകളുടെ ഒരു സ്വഭാവമാണിത്. കുറച്ച് നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാം, കുറച്ചൊക്കെ സ്വീകരിച്ചാൽ മതി. അതല്ലേ മുനാഫിക്ക്? എന്തെങ്കിലും 1-2 ക്ലാസ് ഒക്കെ കേട്ടാൽ മതി, വെള്ളിയാഴ്ച മാത്രം പള്ളിയിൽ പോയാൽ മതി, അങ്ങനെയൊക്കെ അവർ ചിന്തിക്കുക. ദീനിൽ പറയുന്നതൊക്കെ കൊണ്ടുവരാനൊന്നും പറ്റില്ല. അത് ചെയ്യുന്നവരൊക്കെ പുച്ഛിക്കുക, ഇതൊക്കെ ഇതിനകത്ത് പെടും. ദീൻ എന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ളത് പിക്ക് ചെയ്യാനുള്ളതേ അല്ല. അള്ളാഹു ചെയ്യാൻ പറഞ്ഞത് ചെയ്യണം, വിലക്കിയത് ചെയ്യരുത്. അതാണ് തഖ്വ. ഹിദായത്ത് കിട്ടണമെങ്കിൽ നമുക്ക് തഖ്വ വേണം. അല്ലെങ്കിൽ അത് വെറും ഖുർആനിൽ നിന്നുള്ള ഇൻഫർമേഷൻ മാത്രമായി പോകും. എവിടെ നിന്ന് ക്വസ്റ്റ്യൻ ചെയ്താലും നമുക്ക് വിവരം ഉണ്ടാവും. എവിടെ ഖുർആനിൽ എവിടെ നിന്ന് ചോദിച്ചാലും നമുക്ക് പറയാനുള്ള വിവരം ഉണ്ടാവും. പക്ഷേ ഹിദായത്ത് കിട്ടണമെങ്കിൽ നമുക്ക് തഖ്വ വേണം. വേറെ ചില ആൾക്കാരുണ്ട്, ഞാൻ ഫുൾ ഓക്കെയാണ്, കറക്റ്റ് ഡ്രസ്സിങ്, നിസ്കാരം, നോമ്പ്, സുന്നത്തുകൾ എല്ലാം പെർഫെക്റ്റ് ആണ്. പക്ഷേ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ആൾക്കാരോട് ദേഷ്യപ്പെടും, കുറച്ചൊരു പരദൂഷണമൊക്കെ പറയും. ഇതൊക്കെ മനുഷ്യ സഹജമല്ലേ എന്നൊക്കെ ചിന്തിച്ച് മറ്റുള്ളവരെ ക്രിട്ടിസൈസ് ചെയ്യും. പക്ഷേ ഇത് രണ്ടും പാടില്ല. ഹൃദയം നന്നാക്കി ഇബാദത്തുകളിൽ അലസത കാണിക്കാനും പാടില്ല. ഇത് രണ്ടും പാടില്ല. നമ്മളൊക്കെ പറയാറില്ലേ, ആദ്യം അല്ലാഹു ഹൃദയത്തിലേക്കാണ് നോക്കുക എന്നത്. പക്ഷേ ഹൃദയം നന്നാക്കുന്നതിനോടൊപ്പം ഇബാദത്തുകളിലും തഖ്വ കൊണ്ടുവരണം. നമ്മളെക്കുറിച്ച് എന്തെങ്കിലും ഹൈ ആയിട്ടും ബാക്കിയുള്ളവരെ കുറിച്ച് ലോ ആയിട്ടും ചിന്തിച്ചു കഴിഞ്ഞാൽ അവിടെ മുനാഫിക്കിന്റെ വിത്തുകളാണ്. വിത്തുള്ളത് കൊണ്ടാണ്. നമുക്ക് തിരുത്താനുണ്ട്, മരണം വരെ തിരുത്താനുണ്ട്. ആ തിരുത്തലിൽ മറ്റുള്ളവരെ കൂടെ കൂട്ടുക, സഹായിക്കുക. അല്ലാതെ ജഡ്ജ് ചെയ്ത് നമ്മൾ ശരിയാണ് മറ്റുള്ളവരെല്ലാം മോശമാണെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരാളെയും തിരുത്താൻ കഴിയില്ല. മാത്രമല്ല നമ്മൾ പോലും അറിയാതെ നമ്മൾ മുനാഫിക്കിൽ ചെന്ന് പെടുകയും ചെയ്യും. ഇനി 6ാമത്തെ പോയിന്റിൽ അവർ ഫസാദ് ചെയ്യുന്നവരാണ്. വഇദാ ഖീല ലഹും ലാ തുഫ്സിദൂ ഫിൽ അർളി ഖാലൂ ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ. നിങ്ങൾ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കില്ലേ എന്ന് പറയുമ്പോൾ അവർ പറയും ഞങ്ങൾ മുസ്ലിഹീങ്ങളാണ്. പക്ഷേ അള്ളാഹു എന്താ പറയുന്നത്? അലാ ഇന്നഹും ഹുമുൽ മുഫ്സിദൂന വലാകിൻ ലാ യശ്ഉറൂൻ. അവർ മുഫ്സിദീങ്ങൾ തന്നെയാണ്, പക്ഷേ അവരത് മനസ്സിലാക്കുന്നില്ല. അവർ വിചാരിക്കും ഞങ്ങൾ ഫസാദ് ചെയ്താലും ഞങ്ങൾ ചെയ്യുന്നതൊക്കെ കറക്റ്റാണ്. എന്തൊക്കെയാണ് ഭൂമിയിലെ ഫസാദുകൾ നമുക്ക് നോക്കാം.
ബന്ധങ്ങൾക്കിടയിൽ വിള്ളൽ ഉണ്ടാക്കുക. നല്ല സ്നേഹത്തോടെ കഴിഞ്ഞിരുന്ന ഒരു കുടുംബം, ഒരു ഭാര്യ ഭർത്താവ് അല്ലെങ്കിൽ സുഹൃത്തുക്കൾ, അവർക്കിടയിൽ ചെറുതായിട്ടൊരു ഒരു നീരിറ്റിച്ചുകൊണ്ട് ഒരു വിള്ളൽ ഉണ്ടാക്കി മാറി നിൽക്കുക. അവിടെ ഒരു പക്ഷെ വിള്ളൽ ഉണ്ടാക്കാൻ വേണ്ടി അത് വിചാരിച്ച് പറഞ്ഞതും ആവില്ല. ഇതൊക്കെ ഫസാദിൽ പെടുന്നതാണ്. ഗീബത്തും നമീമത്തും ഒക്കെ ഈ ഫസാദിൽ പെടും. സത്യമാണെങ്കിലും അസത്യമാണെങ്കിലും അതൊന്നും അനുവദനീയമല്ല. നമുക്ക് നല്ല ഇംപ്രഷൻ ഉള്ള ഒരാളെ പറ്റി മോശം പറഞ്ഞാൽ പിന്നെ അവിടെ അതൊരു വിള്ളലായി. സംസാരിക്കുമ്പോൾ നന്നായി ശ്രദ്ധിക്കുക. ഇത് പറയാൻ പാടുള്ളതാണോ? ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുന്നവരിൽ പെട്ടുപോകുമോ? അങ്ങനെയാണെങ്കിൽ മുനാഫിക്കിന്റെ ഒരു ലക്ഷണമാണ് ഞാൻ വളർത്തിക്കൊണ്ടുവരുന്നത്. ചിന്തിച്ചിട്ട് തന്നെ പറയുക. ഞാനും നിങ്ങളും നമ്മളെല്ലാവരും നമ്മളൊക്കെ പെട്ടുപോകുന്ന സാഹചര്യങ്ങളാണിത്. പിന്നെ വാക്കുകൾ വളച്ചൊടിക്കുക. എന്തെങ്കിലും ഒരാൾ ഒരു സാഹചര്യത്തിൽ പറഞ്ഞൊരു കാര്യമായിരിക്കും, പക്ഷേ അത് സാഹചര്യം മാറുമ്പോൾ അതൊരു തെറ്റായി മാറും. അതൊക്കെ മനുഷ്യന്മാർക്കിടയിൽ, ബന്ധങ്ങൾക്കിടയിൽ വിള്ളൽ ഉണ്ടാക്കിയാൽ അതൊരു ഫസാദായി മാറും. അതുപോലെ ഫിസിക്കലി ഉള്ള ഫസാദുകളാണ് മലിനീകരണം, വേസ്റ്റ് പുറത്തു കളയുക. ഇതൊക്കെ നമ്മുടെ ചുറ്റുപാടുമുള്ള പരിസ്ഥിതി സംരക്ഷിക്കലും നമ്മുടെ ദീനിൽപ്പെട്ടതാണ്. വഴിയിലുള്ള തടസ്സം എടുത്തു മാറ്റുന്നത്, വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇടുന്നത്, ഇതൊക്കെ നമ്മുടെ ദീനിൽപ്പെട്ടതാണ്. അപ്പൊ ഇതൊക്കെ ശ്രദ്ധിക്കണം. വേസ്റ്റേജ് വലിയൊരു പ്രശ്നമാണ്. ഫുഡ്, വസ്ത്രം, വെള്ളം, ഇലക്ട്രിസിറ്റി, സമയം ഒക്കെ ഈ ഫസാദിൽ പെട്ടതാണ്. നമ്മൾ മക്കളോട് പറയും, അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾ ചോദ്യം ചെയ്യപ്പെടും, ആവശ്യമുള്ളത് മാത്രമേ വാങ്ങാൻ പറ്റൂ എന്ന്. പക്ഷേ നമ്മൾ വീട്ടിൽ വാങ്ങിക്കൂട്ടിയ പാത്രങ്ങള്, സ്റ്റേഷനറി, ഡ്രസ്സ്, ഇതൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും. എന്തൊക്കെയാണെങ്കിലും കൂട്ടിക്കൂട്ടി വെക്കുന്ന സാധനങ്ങൾ, ഓഫർ കാണുമ്പോൾ ആവശ്യമില്ലെങ്കിൽ വാങ്ങിക്കൂട്ടുന്ന സാധനങ്ങൾ, ആവശ്യമില്ലെങ്കിലും വാങ്ങിക്കൂട്ടുന്ന സാധനങ്ങൾ, അതും ഫസാദ് ഫിൽ അർദിൽപ്പെട്ടതാണ്. ഭൂമിയിൽ ഒന്നുപോലും കിട്ടാൻ അവസരമില്ലാത്ത ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. നമ്മളാണെങ്കിൽ ആവശ്യമില്ലെങ്കിലും വാങ്ങിക്കൂട്ടുന്നു. ഇത് വേസ്റ്റേജ് ആണ്. ഷോപ്പിങ്ങിന് പോയാൽ നമ്മളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നല്ല പാടാണ്. നമ്മൾ പഠിക്കണം. ഷോപ്പിങ്ങിന് പോകുമ്പോൾ നമ്മളെ കൺട്രോൾ ചെയ്യാൻ ഞാനും നിങ്ങളൊക്കെ പഠിക്കണം. ഭക്ഷണം ഇന്ന് വിശപ്പടക്കാനുള്ളത് മാത്രമല്ല, എൻ്റർടൈൻമെൻ്റ് ആണ്. ഒരു ടേബിൾ നിറയെ ഭക്ഷണം കാണണം നമുക്ക്. വീട്ടിൽ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. ഇതൊക്കെ ഫസാദാണ്. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ വേറെ തന്നെ ആയത്തുകളുണ്ട്. കാരണം നമ്മളൊക്കെ പെട്ടുപോകുന്ന കാര്യമാണത്. ഇതൊക്കെ വളരാൻ അനുവദിച്ച നമ്മളൊക്കെ ആ മുനാഫിക്കിന്റെ ലിസ്റ്റിൽ ചെന്ന് വീഴും. ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിക്കൂട്ടണ്ട. ആവശ്യമുള്ള രീതിയിൽ ഉപയോഗിക്കാൻ പഠിക്കുക. പാത്രങ്ങളൊക്കെ കളക്ട് ചെയ്തു വെക്കുന്നത് ഒരു ഹരമാണ്. ഇതൊരു അഹങ്കാരത്തിന്റെ ഭാഗം കൂടിയാണ്. എന്തു തന്നെ ആയാലും ഇലക്ട്രിസിറ്റി പോലും അള്ളാഹു നമുക്ക് നൽകിയ സമ്പത്ത് അനാവശ്യമായി കളയണം എന്ന ഉദ്ദേശമാണ് ആ ഇലക്ട്രിസിറ്റി വേസ്റ്റ് ആക്കുമ്പോഴൊക്കെ. വെള്ളം ഒക്കെ വേസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ ഫസാദിൽ പെട്ടതാണ്. അള്ളാഹു സുബ്ഹാനഹു തആല മറ്റുള്ളവർക്ക് കൊടുക്കാത്ത പലതും നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ ചോദ്യം ചെയ്യപ്പെടും. നമുക്ക് പ്രയോജനത്തിന് വേണ്ടി, നമ്മുടെ ഉപയോഗത്തിന് വേണ്ടിയുള്ളതാണ് അള്ളാഹു പലതും നമുക്ക് നൽകിയിട്ടുള്ളത്. അതല്ലാതെ വേസ്റ്റ് ചെയ്യാനുള്ളതല്ല. ശരിക്കും ശ്രദ്ധിക്കണം. എന്തൊക്കെയാണ് ഉപയോഗത്തിനുള്ളത്, എന്തൊക്കെയാണ് വേസ്റ്റ് ആയി പോകുന്നത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഉപയോഗിക്കുന്ന ഒരു പുഴയിലാണെങ്കിലും എക്സ്ട്രാ നമ്മൾ ഉപയോഗിക്കുന്നത് വേസ്റ്റിംഗ് ആണ്. നമ്മൾ ചിന്തിക്കണം, കറക്റ്റ് ചെയ്യണം. ഇതൊക്കെ ഒരു മുസ്ലിം ആവുക അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിക്കുന്നതിന്റെ ഭാഗമാണ്. പറ്റുന്നതിന്റെ പരമാവധി ശ്രമിക്കുക. മുനാഫിക്കിന്റെ എന്തൊക്കെ ലക്ഷണവും ശ്രദ്ധിക്കാതെ വിട്ട അള്ളാഹു ആ രോഗം അധികരിപ്പിക്കും. ആ രോഗം കണ്ടുപിടിച്ച് ചികിത്സിക്കുക തന്നെ വേണം. ക്യാൻസർ കണ്ടുപിടിച്ചാൽ ചികിത്സിച്ചിട്ടില്ലെങ്കിൽ ശരീരം മുഴുവനും പരക്കും. അതുപോലെ മുനാഫിക്കിന്റെ ഓരോ രോഗങ്ങളും കണ്ടു കഴിഞ്ഞാൽ ചികിത്സിക്കുക തന്നെ വേണം. ഞാനും നിങ്ങളും സീരിയസ് ആക്കി എടുത്തേ മതിയാവൂ. നമുക്ക് തിരുത്തണം. ഓരോ തവണ ക്ലീൻ ചെയ്യുമ്പോഴും ഡ്രസ്സാണെങ്കിലും പാത്രങ്ങളാണെങ്കിലും എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്, എന്തൊക്കെയാണ് എക്സസ്, എന്തൊക്കെയാണ് ഭാവിയിൽ ഉറപ്പായിട്ടും ഉപയോഗിക്കുന്നത്, നമ്മൾ വാങ്ങാൻ പറ്റാത്ത സാധനങ്ങൾ എന്തൊക്കെ, ഇതൊക്കെ മാറ്റിവെച്ച് എക്സസ് ആയിട്ടുള്ള സാധനങ്ങൾ വേണ്ടപ്പെട്ടവരെ കണ്ടുപിടിച്ച് അവരിലേക്ക് എത്തിക്കണം. ക്യാഷ് മാത്രമല്ല, ഡ്രസ്സുകളും പാത്രങ്ങളും ഒക്കെ ആവശ്യക്കാരിലേക്ക് എത്തിക്കാൻ ശ്രദ്ധിക്കണം. എന്നാൽ നമ്മളിൽ നിന്നും ആ ഫസാദ് മാറിക്കിട്ടും. മറ്റുള്ളവർക്ക് അതൊരു ഉപകാരപ്പെടുകയും ചെയ്യും.
നമുക്ക് ആവശ്യമുള്ളവ ഉപയോഗിച്ച് ആവശ്യമില്ലാത്തവ ആൾക്കാരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. നമ്മൾ കടന്നു പോകുന്ന ഫസാദുകൾ ഒരുപാടുണ്ട്. അള്ളാഹുവിനോട് സഹായം തേടുക. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അള്ളാഹുവിന്റെ സഹായത്തോടു കൂടി മാത്രമേ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ കഴിയൂ. ഓരോ കാര്യങ്ങളിലും തിരുത്താനുള്ളതിൽ നിയത്ത് വെക്കുക, ദുആ ചെയ്യുക, അതിനു വേണ്ട സ്റ്റെപ്പുകൾ എടുക്കുക. അള്ളാഹു നമുക്കത് എളുപ്പമാക്കി തരും. ഇതൊന്നും ഇനി മാറ്റാൻ കഴിയില്ല എന്ന് ചിന്തിക്കുകയേ വേണ്ട. റബ്ബ് ഇത് നമ്മളോട് മാറ്റണം എന്ന് പറയുന്നുണ്ടെങ്കിൽ അള്ളാഹു അത് തിരുത്താൻ നമ്മെ സഹായിക്കുകയും ചെയ്യും. നമ്മൾ ദുആ ചെയ്യുക, ശ്രമിക്കുക, ബാക്കി എല്ലാം അള്ളാഹു എളുപ്പമാക്കി തരും.